ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെവി ബ്രൈഡൽ ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ ബ്രൈഡ് വേറെ ആരുമല്ല, നമ്മുടെ സൂര്യയാണ്. അപ്പോൾ ഒരുപാട് പ്ലാൻ ചെയ്തൊക്കെ ഞാൻ ചെയ്യുന്നൊരു വർക്കാണ് ഇത്. ആദ്യം തന്നെ ഞാൻ നമ്മുടെ മെഷർമെൻറ്റ് ജസ്റ്റ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ബ്ലൗസ് പീസിൽ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് പോകുന്ന ഭാഗമെല്ലാം വിട്ടിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഭാഗം മാത്രം റഫായിട്ട് ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രെയിമിൽ തുണി വെച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചെയിൻ സ്റ്റിച്ചൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി അത് ചെയ്തു കൊടുക്കുന്നില്ല. ആദ്യം തന്നെ ഞാൻ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഫസ്റ്റ് ലെയർ ചെയ്തു കൊടുക്കുവാണേ. ആദ്യം സ്ലീവ്സ് രണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്കി പോകാമെന്ന് വിചാരിച്ചു. ഞാൻ സ്ലീവ്സിലാണ് നല്ല എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ സ്ലീവ്സിലാണ്, കാരണം സ്ലീവ്സാണ് എനിക്ക് എടുത്ത് നിൽക്കണം എന്ന് തോന്നിയത്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഷുഗർ ബീഡ്സ് ആണ്, ഗോൾഡൻ കളറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. എൻ്റെ മുത്തൊക്കെ തെറിച്ച് പോകും, കാരണം എക്സ്പീരിയൻസ് കുറവ് കൊണ്ടാണ് മുത്തെല്ലാം തെറിച്ച് പോകുന്നത്. അപ്പോൾ അതാ ഒരു 5-6 ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. നല്ല ടൈം എടുത്തു കേട്ടോ. ഒരു ഓൾമോസ്റ്റ് ബ്ലൗസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ 28 അവേഴ്സെങ്കിലും എടുത്ത് കാണും. ഫുൾ ഒരുപാട് ഒരു 5-6 ഡേയ്സ് ഫുൾ ടൈം ഇരുന്നിട്ടാണ് ഞാനിത് ചെയ്തെടുത്തത്. കാരണം നമ്മുടെ ഫേവറേറ്റ് ആളിന് ചെയ്യുമ്പോൾ ഒന്നുകൂടെ പുറത്തുള്ളവർക്ക് ചെയ്യുന്ന പോലെ അല്ലല്ലോ. പുറത്തുള്ളവർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ അവരുടെ ഐഡിയാസ് ആയിരിക്കും, പിന്നെ നമ്മുടെ സജഷൻസ് പറയത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ മൊത്തം നമ്മുടെ എന്താ പറയുക, ഫുൾ ഐഡിയാസും പിന്നെ നമ്മുടെ ഔട്ട്ലുക്ക് എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ അങ്ങ് ചെയ്തു ഗൈസ്, അതാണ് സത്യം. പിന്നെതാ ഞാനൊരു 5 ഇഞ്ചിൻ്റെ ബോക്സാണ് പ്ലാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. ആ ബോക്സ് വരയ്ക്കാനായിട്ട് ഇച്ചിരി പാടുപെട്ടു ഗൈസ്, അതാണ് സത്യം. എന്നാലും ഞാനത് കഷ്ടപ്പെട്ട് വരച്ചെടുത്തു. നമ്മൾ ഈ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് വരയ്ക്കുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, പ്ലെയിൻ തുണിയിൽ വരയ്ക്കുന്ന പോലല്ല, അതാണ് പാട്. പിന്നെ ഒരു സൈഡ് ഹാൻഡ് വർക്ക് ഉണ്ട്, ഒരു സൈഡ് ഹാൻഡ് വർക്ക് ഇല്ല. അവിടെ പൊങ്ങിയും താന്നു വരുന്നത് കൊണ്ട് ഇച്ചിരി പാടുപെട്ടു, എന്നാലും ഞാനത് വരച്ചെടുത്തു. കാണുമ്പോൾ ഒരു കോലവുമില്ലെങ്കിലും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ 3 mm റൗണ്ട് ബീഡ് വെച്ചിട്ടാണ് ഞാൻ ആ ബോക്സ് ഫുള്ളും ഫില്ല് ചെയ്തെടുക്കുന്നത്. അതും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ സെൻറ്ററിൽ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുന്നത്. സ്റ്റോണിലാണ് ഗൈസ് ഞാൻ വിചാരിച്ചതിനേക്കാളും വെയിറ്റ് ആയിപ്പോയി ബ്ലൗസ്, നല്ല വെയിറ്റ് ആയിപ്പോയി. അവസാനം ഈ സ്റ്റോണിൻ്റെ വെയിറ്റാണ് മൊത്തത്തിൽ വന്നത്. അതും കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ താഴത്തെ വർക്ക് ഒന്നുകൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അപ്പുറവും ഇപ്പുറവും സെയിം വർക്കായാലേ നമുക്കൊന്ന് ഒരു ലുക്ക് കിട്ടത്തുള്ളൂ. എല്ലാം വെറൈറ്റി ആയി പോയാൽ ഒരു ലുക്കും ഇല്ലാത്തൊരു ഹാൻഡ് വർക്കായി പോകും. അപ്പം അതും ചെയ്ത് കൊടുക്കുവാണേ. ഇടയ്ക്കിടയ്ക്ക് വേറെ മുത്ത് വരുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ടൈം എടുക്കും. ഷുഗർ ബീഡ്സ് മാത്രമാണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് പോകാം. അതിനിടയ്ക്കൊരു 5 mm ബീഡ്സ് കൂടെ വരുന്നതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റ് ആകുന്നത്.
ഈ ബ്ലൗസിൽ ഏറ്റവും പാടായിട്ടുള്ളൊരു ലെയറായിരുന്നു ഇതായിരുന്നു എനിക്ക് നല്ല ടൈം എടുത്ത് ചെയ്ത ഇതൊരു 2-3 ലെയർ തന്നെ വന്നിട്ടുണ്ട് ഒരു സ്ലീവ്സിൽ. അതാണ് സ്ലീവ്സിനാണ് കേട്ടോ ഒരുപാട് ടൈം എടുത്തത്. സ്ലീവ്സിൻ്റെ ഇറക്കം 11 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് സ്പ്രെഡിങ്സ് കൊടുക്കുവാണ്. തിലകം വെച്ചിട്ടാണ് കേട്ടോ സ്പ്രെഡിങ്സ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ മോളും വന്നൊട്ടിക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്തോട്ട് 3 മണി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതും കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യാനുള്ള സ്റ്റോൺസൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്ലീവ്സ് കഴിഞ്ഞു. ഇതേപോലെ അടുത്ത സ്ലീവ്സ് കൂടെ ചെയ്തിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 2 സ്ലീവ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് നോക്കാം. സ്ലീവ്സിൽ നമ്മൾ സരി ത്രെഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ നെക്കിൽ ആഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്കിൽ ഞാൻ സരി ത്രെഡിൻ്റെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുവാണ്. ടോട്ടൽ ഞാനൊരു 4-5 ലെയർ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. എന്നാലേ എനിക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ബീഡ്സൊക്കെ അവിടെ ഇവിടെ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ലാസ്റ്റ് ലെയറോട് ഇട്ട് കൊടുക്കുവാണേ. അതും കംപ്ലീറ്റ് ചെയ്തിട്ട് ഷുഗർ ബീഡ്സ് ആണ്. ഫസ്റ്റ് ലെയർ ഷുഗർ ബീഡ്സ് കൊടുക്കുവാണ്. അപ്പോൾ സെക്കൻഡ് ലെയർ ഞാൻ കൊടുക്കുന്ന സ്റ്റോണാണ്. സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുവാണ് സെക്കൻഡ് ലെയർ. അപ്പോൾ തേർഡ് ലെയറും ഷുഗർ ബീഡ്സ് വെച്ച് തന്നെ കവർ ചെയ്തെടുക്കും. പിന്നെ ഫോർത്ത് ലെയർ കൊടുക്കുന്ന റൈസ് ബീഡാണ്. റൈസ് ബീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഫിഫ്ത്തും സിക്സ്തും ലെയർ ഞാൻ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ലാസ്റ്റ് ലെയർ നമ്മുടെ ഐസിൻ്റെ ഷേപ്പുള്ള ക്ലിപ്പ് സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു 3 ക്ലിപ്പ് സ്റ്റോൺ വെച്ചിട്ട് ചെയ്ത് നെക്ക് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അതേ ഉള്ളൂ. ആ രീതിയിൽ തന്നെ ഫ്രണ്ട് നെക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഹാൻഡ് വർക്ക് കഴിഞ്ഞിട്ടുള്ളൊരു ലുക്കാണിത്. അപ്പോൾ സ്ലീവ്സിന് ഇനി നമുക്ക് എക്സ്ട്രാ ക്ലോത്ത് വെച്ച് അടിക്കേണ്ടതായിട്ട് വരും, തികയത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക്. നമുക്ക് കുഞ്ചലം ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ആ സെൻറ്ററിൽ റൗണ്ടിന് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട് നെക്കും കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ചിങ് നോക്കാം. സ്ലീവ്സിൻ്റെ താഴെയായിട്ട് ഞാൻ ടാബ്ലറ്റ് ബീഡ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ കളർ ടാബ്ലറ്റ് ബീഡാട്ടോ ആഡ് ചെയ്യുന്നത്. കാരണം ഈ മെറൂൺ കളർ നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ ഗോൾഡൻ കളർ കൂടെ ആകുമ്പോഴത്തേനും ഫുള്ളി ഗോൾഡൻ ലുക്ക് വരും. അപ്പോൾ ഞാൻ ഗ്രീൻ കളർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ കളർ. നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുള്ള
ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ലുക്കാണ് കേട്ടോ. ഇതാ നെക്ക്, ഫ്രണ്ട് നെക്കാണത്. പ്രിൻസസ് കട്ട് രീതിയിലാണ് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. ബാക്ക് നെക്കിനെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക്. നമ്മൾ ഹാങ്ങിങ്സിന് വേണ്ടിയിട്ടാണ് റൗണ്ടിൽ നമ്മൾ ചെയ്തെടുത്തതെന്ന് പറഞ്ഞാൽ ഹാങ്ങിങ്സിൻ്റെ താഴെയും നമ്മൾ ടാബ്ലറ്റ് ബീഡ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടാബ്ലറ്റ് ബീഡ് ഞാൻ കൈകൊണ്ട് തന്നെ അവസാനം സ്ലീവ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്ത് കൊടുത്താണ് കേട്ടോ. ഇനി നമുക്ക് വെഡ്ഡിങ് ഡേയുടെ ലുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തതിനേക്കാളും നന്നായി വന്നു, കാരണം എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.